ലോകാവസാനമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മൂപ്പർ കണ്ടെത്തിയത്. എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാലേ എനിക്ക് പറ്റും. സുരേഷ് ഗോപി അത് ഏറ്റെടുത്തിട്ട് എവിടെ വേണം അതിന്റെ ബിൽഡിങ്ങിന്റെ എന്താ ആർക്കിടെക്ചർ പോലും തീരുമാനിച്ചിരുന്നില്ലേ? തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? ഘടന എങ്ങനെയായിരിക്കണം, അതിന്റെ പെയിന്റ് എന്തായിരിക്കണം പോലും പുള്ളി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അതാ കേരളത്തിൽ വരാൻ പോകുന്ന ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിന്റെ മുകളിൽ അടിക്കേണ്ട ചായ എന്താണ്, പെയിന്റ് എന്താന്ന് പോലും. ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. എന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ? നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. അദ്ദേഹത്തൊന്ന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ 2026 ഒക്കെ പറയുന്നുണ്ടാവും. എനിക്ക് അദ്ദേഹത്തോട് സത്യം പറഞ്ഞാൽ ഒരു അനുതാപം മാത്രമാണ്. അദ്ദേഹത്തെ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ വേഷം കെട്ടിക്കുകയാണ് ഈ BJP-ക്കാർ. അതല്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന് ഇതുപോലെ വേഷം കെട്ടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥലലഭ്യത, അത് ഈ പറയുന്ന പാരാഫർണിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. അത് നേരാവാനാണ് വഴി. ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. ഇവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അത്ത കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും സ്ഥലം വാങ്ങിയെടുക്കണം. അവിടെയാണ് ഇത് വരേണ്ടത്. ഒലക്കയോ? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ വരും, വന്നിരിക്കും. അല്ലെങ്കിൽ നാളെ ആവട്ടെ. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. അള്ളാനെ, ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ഞാൻ പോകുന്നു. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.